ചാനൽ ട്രിനിറ്റി വോയിസ്. വേഗം ഞാൻ വന്നിടാമെന്ന നിൻ വാർത്തയിൽ ആശ്രയം വെച്ചതാ. വേഗം ഞാൻ വന്നിടാമെന്ന നിൻ വാർത്തയിൽ ആശ്രയം വെച്ചതാ. ഭൂതലത്തിലുള്ള സ്വന്ത ഗേഹവും വെടിഞ്ഞു സ്വന്ത ജീവനും പകച്ച എത്ര ത്യാഗികൾ. ഭൂതലത്തിലുള്ള സ്വന്ത ഗേഹവും വെടിഞ്ഞു സ്വന്ത ജീവനും പകച്ച എത്ര ത്യാഗികൾ. മൽപ്രിയേനേ ഇത്തരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. മൽപ്രിയേനേ ഇത്തരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. ജനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 12. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. ആൻഡ് when the sun was going down, a deep sleep fell upon Abram, and an horror of great darkness fell upon him. സെക്കൻഡ് സെഷൻ ദ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. മോസ്റ്റ് ഡിസ്കറേജിങ് ഫോർ 37 chapters, God said nothing. How do you praise God when you don't understand what's happening in your life and God is silent? How do you stay connected in a crisis without communication? How do you keep your eyes on Jesus when they are full of tears? You do what Job did. Then he fell to the ground in worship and said, "Naked I came from my mother's womb, and naked I will depart. The Lord gave, and Lord has taken away. May the name of the Lord be praised." നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവേർബ്സ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവേർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 8. സദൃശവാക്യങ്ങൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത് വാക്യം. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. The wisdom of the prudent is to understand his way, but the fall of fools is deceit. Fourth session. മാത്യു ഓർ മത്തായി. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത് വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 18. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. That thou appear not unto man to fast, but unto thy Father which is in secret, and thy Father which seeth in secret shall reward the openly. ഇനി നമുക്ക് വായനഭാഗം നോക്കാം. യേശു എല്ലാവരിലും അല്ലെങ്കിൽ എല്ലാവരാലും കൈവിടപ്പെടുന്നു എന്നാണ് മെയിൻ ഹെഡിങ്. ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മർക്കോസ് 14:27 മുതൽ 31 വരെ. മാർക്സ് ചാപ്റ്റർ 14 വേഴ്സ് 27 to 31. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ ഏകനായി ഉപേക്ഷിച്ച് ഓടിപ്പോവും. കാരണം തിരുവെഴുത്തിൽ ദൈവം ഇടയനെ കൊല്ലുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഒരു വേഷനിലാണ്. ഇപ്പോൾ നമ്മുടെ NIV വേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് വേറൊരു വേർഷനാണ്. അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവം ഇടയനെ കൊല്ലുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ 2 വേഷം നമുക്ക് പരിചയപ്പെടുവാനും കഴിഞ്ഞു 2ലെയും വായിച്ചപ്പോൾ. ദൈവം എന്നെ ഉയർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണുവാനായി ഗലീലയിലേക്ക് പോകും. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, പത്രോസ് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇന്ന് കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളിപ്പറയും. അപ്പോൾ പത്രോസ് കൂടുതൽ ശക്തിയോട് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ പറയുകയില്ല. എല്ലാ ശിഷ്യന്മാരും ഇത് തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കമല്ലേ കണ്ടൻറ്റ് വായിക്കാം കേട്ടോ. കണ്ടൻറ്റ് നോക്കാം. ആദ്യം ഫസ്റ്റ് സെഷനിലേക്ക് തന്നെ പോകാം. ഉൽപ്പത്തി ഓർ ജെനസിസ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. ഗാഠനിദ്ര ഡീപ്പ് സ്ലീപ്പാണ്. ഡീപ്പ് സ്ലീപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഭീതി അന്ധതമസം അവൻ്റെ മേൽ വീണു, അവന് ഭയവും ഭീതിത്വം എല്ലാം ഉണ്ടായി എന്ന് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം. ആൻഡ് വെൻ ദ സൺ വാസ് ഗോയിങ് ഡൗൺ എ ഡീപ്പ് സ്ലീപ്പ് ഫെൽ. ഉണ്ടാവും ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്ര. സ്ലീപ്പ് ഫെൽ അപ്പോൺ അബ്രാം ആൻഡ് ഹൊറർ ഓഫ് ഗ്രേറ്റ് ഡാർക്ക്നെസ് ഫെൽ അപ്പോൺ ഹിം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സെഷൻ നോക്കാം. ദ റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ നിന്ന് ഉള്ള കണ്ടൻറ്റ് നോക്കാം. He fell to the ground in worship and said, naked I came from my mother's womb, and naked I will depart. The Lord gave and Lord has taken away. May the name of the Lord be praised. നമുക്ക് അതിൻ്റെ തേർഡ് സെഷനിലേക്ക് പോവാം. തേർഡ് സെഷൻ പ്രോവർബ് സജസ്റ്റർ. വഴി തിരിച്ചറിയുന്ന വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. അപ്പം വഴി നല്ലതേതാണ് തീയതേതാന്ന് തിരിച്ചറിയുന്നതേ അത് വിവേകിയുടെ ജ്ഞാനമായിട്ടാണ് നമ്മുടെ ശലോമോൻ രാജ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും പറയുന്നത് ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ചതിക്കുന്നത്, ആൾക്കാരെ ചതിക്കുന്നത് ഭോഷന്മാർക്ക് വേണ്ടി മാത്രമല്ല, അത് ഭോഷത്വമാണെന്നും പറയുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ഇത് വിസ്ഡം ഓഫ് ദ പ്രൂഡൻറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ബട്ട് ദ ഫോൾ ഓഫ് ഫൂൾസ് ഈസ് ഡിസീറ്റ്. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. മത്തായി 6:18. രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് നമുക്കെല്ലാവർക്കും പ്രതിഫലം തരുന്നതെന്ന് കാണാം. അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ നോക്കാം. ദാറ്റ് ദൗ അപ്പിയർ നോട്ട് അൻടു മെൻ ടു ഫാസ്റ്റ് ബട്ട് അൻടു ദൈ ഫാദർ വിച്ച് ഈസ് ഇൻ സീക്രട്ട്, ആൻഡ് ദൈ ഫാദർ വിച്ച് സീയത്ത് ഇൻ സീക്രട്ട് ഷാൽ റിവാർഡ് ദ ഓപ്പൺലി. അപ്പം എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.